എവിടെയാ സെക്കൻഡ് ഡേ? ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് വിലാജിയോ മാളിലാണ്. 17 വർഷമായിട്ട് ഞാൻ നാട്ടിൽ മര്യാദയ്ക്ക് നിൽക്കുകയായിരുന്നു. എന്നെ ഇവിടെ വിളിച്ചിട്ട് വന്ന് ഈ വെയിലത്തെ കൊണ്ടിട്ട് നടത്തിച്ച് എന്നെ ഒരു പരുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാരും ചോദിക്കാനും പറയാനും ഇല്ല. ഞാൻ വന്ന് പെട്ടുപോയില്ലേ? എല്ലാം എൻ്റെ തലയിൽ. അമ്മയും കംപ്ലൈന്റ് പറഞ്ഞോട്ട് വരുന്നത്. അച്ഛൻ അതിന്റെ വീഡിയോ അച്ഛനെ എടുക്കണ്ടെന്ന്. നമ്മൾ ഇന്ന് സെക്കൻഡ് ഡേ ഇവിടുത്തെ വിലാജിയോ മാള്, ദ മോസ്റ്റ് ഫേമസ് മാൾ ഇൻ ഖത്തർ. സോ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ് അമ്മ. അച്ഛന് മാവ നല്ല ഉറക്കമാണ്. അച്ഛൻ ഒരു ഗൾഫുകാരനായി ഇവിടെ എത്തി. അമ്മ ഇത് മാർക്ക് ആൻഡ് സ്പെൻസേഴ്സ് എന്ന് തന്നെ കടയാണ്. ഇത് UK യിലുണ്ട് കേട്ടോ. നല്ല ഫേമസ് ആണ്. നല്ല നല്ല കടയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഓ ഇത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണോ അമ്മ വിലാജിയോ മാള്? നോക്ക് എന്താ ഓർമ്മയുണ്ട്? ഈ സ്ഥലത്ത് നമ്മൾ വന്നില്ല. ആകാശം എങ്ങനെയുണ്ടമ്മ? അല്ല അതല്ലേ ഞാൻ പറഞ്ഞത്. അത് ഇത് നടക്കുമ്പോ ഇത് അനങ്ങനൊക്കെ തോന്നുകയും ചെയ്യും. നല്ല രസമായി ബോട്ടിങ് ഒക്കെ. ഇത് ഇറ്റലിയിലെ ഏതോ സ്ഥലമില്ലേ? ഇറ്റലിയിലെ ഏതോ സ്ഥലത്തിന്റെ ഒരു ആ മോഡലിൽ ചെയ്തേക്കുന്നതാണ്. നോക്ക് ഇത് ഇറ്റലിയിലെ ഏതോ ഒരു സ്ഥലമാണിത്. വെനിസ് കണക്ക്. നമ്മ ഇവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? ഇത് ഭയങ്കര വലുതാ. ഇതിന്റെ ഒരു പ്രീമിയം സെക്ഷൻ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. കുറെ സമയം കഴിഞ്ഞ് പോവാം. ഇവിടെ ഇപ്പൊ ഇവിടെ നിൽക്കുക. അമ്മ അച്ഛൻ്റെ കൈ പിടിച്ചോ അമ്മയുടെ വീടുണ്ട്. ഇവിടെ ലിവൈസ് ഇവിടെ ആക്ച്വലി ഷോപ്പിങ്ങിന് നമ്മൾ വരാറില്ല അല്ലേ? നിനക്കെന്താ പറയാനുള്ളത്? നമ്മൾ ആദ്യം ഇവിടെ വന്ന എനിക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. ഓർമ്മയുണ്ട? അത് നമുക്കത് കത്തുന്നില്ല. അമ്മയച്ഛനും ആ ഒരു സീനിലാണ് നിൽക്കുന്നത്. ഇതേ സെയിം സംഭവം ബഹ്റൈനിലുണ്ട്. ഓർമ്മയുണ്ടോ? ബഹ്റൈനിൽ ഇതേ കണക്കൊരു മാളുണ്ട്. എനിക്കൊന്ന് ദുബായിലും കാണുമായിരിക്കും മിക്കവാറും. പറയുന്നത് ഇവിടുന്ന് ഇപ്പൊ പോണ്ട, കുറച്ചു നേരം ഇവിടെ നിൽക്കാന്ന്. ഭയങ്കര വലുതാണ് അച്ഛൻ. ഇത് ഭയങ്കര വലുത്. ഇത് ഒരുപാട് ദൂരം നടന്നിട്ട് ഇത് കറങ്ങി. ഇതിന്റെ ഇനി ഒരു പ്രീമിയം സെക്ഷൻ ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാം. അത് നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റുമോ നോക്കാം. ബോട്ടിൽ കയറുന്ന ഭയങ്കര ക്യൂ ആണ്. ക്യൂ ആണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഫുൾ ഖത്തറിൽ വിസിറ്റ് ചെയ്യാൻ വന്ന മിക്ക ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇതൊരു നല്ലൊരു പോസിറ്റീവ് ക്രൗഡ് കേട്ടോ മൊത്തത്തിൽ. കുട്ടികൾക്കുള്ള ട്രെയിന് ഇതാണ് എൻട്രൻസ്. ഇതാണ് പ്രോപ്പർ എൻട്രൻസ്. അതെ അതെ അങ്ങനെയല്ല. ഇവിടെ അതുകൊണ്ട് ഇവിടുന്ന് പോകല്ലേ. നമുക്ക് ഇങ്ങോട്ട് നടക്കണ്ട അമ്മ. ഇങ്ങോട്ട് നടന്ന ഒരുപാട് നടക്കാണ്. വിക്ടോറിയ കുറെ കടകൾ. കേരള ഡബിൾ ഡെക്കർ ബസ്. കോട്ടെ മുമ്പാരൊക്കെ എഴുതിയേക്കുന്നുണ്ടോ? രസമുണ്ട്. അങ്ങോട്ട് ഇറങ്ങി പോയിക്കോ. അടുത്ത് പോയി നോക്കാം. നേരെ ഇറങ്ങിപ്പോ. ഷുഗർ ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. നമ്മൾ രണ്ടുപേരും അങ്ങനെ മെക്ഡോണൾഡ്സിൽ നിന്നുള്ള ഐസ്ക്രീം അടിച്ചു പറ്റി. മെക്ഡോണൾഡ്സിൽ നിന്നുള്ള ഐസ്ക്രീം മേടിച്ചു. അവരങ്ങ് അവിടെ ഇരിക്കുവാണ്.
എനിക്ക് ക്രിസ്പി ക്രീമൊക്കെ വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കണമെന്നുണ്ടാ. പക്ഷെ ഞാൻ കഴിച്ചാലും അമ്മ കഴിച്ചാലും ഒരുപോലല്ലേ? അല്ലല്ല ക്രിസ്പി ക്രീം വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. അത് കണക്ക് കുനാഫ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ പറ്റൂല അല്ലേ, നമ്മൾ റിസ്ക് എടുക്കണ്ട. എന്താ വെച്ചാ അടിപൊളി സാധനമല്ലേ. അതിന്റെ വില എത്രയെന്ന് വേണ്ട? 2,07,200. ഉള്ളതിൽ ഏറ്റവും കൂടിയതാണ് അച്ഛൻ കണ്ടത്. അമ്മ അവിടെ അച്ഛനെ അമ്മ അവിടെ ഒരു 10 വാച്ച് ഇരിപ്പുണ്ട്. 53,000, 1 ലക്ഷം, 1,07,000, 1.5 ലക്ഷം. അച്ഛൻ ഒരെണ്ണം അതിൽ ഇഷ്ടപ്പെട്ടു. അത് മാത്രം 2,10,000. അതാണ് കാണാൻ ഏറ്റവും. എനിക്കൊരു ഭംഗിയും തോന്നിയില്ല അത് കണ്ടിട്ട്. എനിക്കത് കണ്ടിട്ട് ഒരു ഭംഗിയും തോന്നിയില്ല. അച്ഛൻ കണ്ടിട്ട് അത് എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. അറിയാതെ ഇത് ഇവിടുത്തെ പ്രീമിയം സെക്ഷനാണ്. അങ്ങനെയാണ് എന്നാലും അച്ഛൻ 2 ലക്ഷം റിയാലിന്റെ വാച്ച് നോക്കി കുറച്ച് കടുത്ത് നോക്കിടി അത് നീ നോക്കി നീ മേടിച്ചു കൊടുക്കോ? കിഡ്നാപ്പ് പോലും കിട്ടൂല 2 ലക്ഷം റിയാൽ. എങ്ങനെ ലോട്ടറി അടിക്കുന്ന ഫോട്ടോ എടുത്ത് വയ്ക്കാം. എല്ലാവരും വിചാരം ഇങ്ങനെ കുറെ സമയം എടുത്താണ് ഇങ്ങനെ പോകണം. അങ്ങനെ നമ്മൾ സാധാരണ ഇറങ്ങുന്ന ഇവിടെ ഒക്കെയാണ്. മനസ്സിലായില്ല? ഇതൊക്കെ എല്ലാവരും ഇവിടെ സാധാരണ ഇറങ്ങുന്നതാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കാരിഫോർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സാധനം മേടിക്കുക, ഒരു വീക്കിലെല്ലാം സ്പെൻഡ് ചെയ്യാമോ. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ഇനി വക്ര പോയി ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഫിഷ് കഴിക്കണം. അതിനു വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, ഈ വ്ളോഗ് ഇവിടെ വേണ്ടിയാണ്. ബൈ.